നമസ്കാരം. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്ന ഒരു നേതാവ് എത്ര പെട്ടെന്നാണ് തന്റെ വ്യക്തി ജീവിതത്തിലെ നെറുകേടുകൾ കൊണ്ട് രാഷ്ട്രീയ ഭാവി തുലച്ചു കളഞ്ഞതെന്ന് ഓർക്കണം. സ്വന്തം പാർട്ടി എന്ന രാഹുൽ അഭിമാനത്തോടുകൂടി ഊറ്റം കൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നു തന്നെ രാഹുലിനെതിരെ കല്ലെറിഞ്ഞു തുടങ്ങി. ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയാത്തതുപോലെ രാഹുൽ എന്നേക്കുമായി ചരിത്രത്തിന്റെ അവശേഷിപ്പുകളിൽ ഒരു ലൈംഗിക കുറ്റവാളി എന്ന പേരിൽ ഇനി അറിയപ്പെടുമെന്നുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നതർ തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങി. മാത്രമല്ല, ഹൈക്കമാൻഡിന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും MLA സ്ഥാനം തിരികെ എടുക്കണമെന്നും ഉള്ള തരത്തിലുള്ള അതിശക്തമായ സമ്മർദ്ദങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. സ്ത്രീ പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യുവതി KPCC അധ്യക്ഷന് പരാതി കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ പാർട്ടി പൂർണ്ണമായും രാഹുലിനെ കൈയൊഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാവുകയാണ്. പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടി തലത്തിലാണ് അന്വേഷിക്കേണ്ടതെന്നും രാഹുൽ സസ്പെൻഷനിലായതിനാലാണ് DGPക്ക് പരാതി കൈമാറിയതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സസ്പെൻഷൻ തെറ്റുതിരുത്തി തിരിച്ചുവരാനുള്ള മാർഗമായാണ് കോൺഗ്രസ് കാണുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ ഇനി അതിന് സാധ്യതയില്ല എന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ രാഹുൽ കേരള കോൺഗ്രസിന്റെ മുടിയനായ പുത്രനായി എന്നും പാർട്ടി ഇനി രാഹുലിന്റെ അവിഹിതത്തിന്റെ വിഴുപ്പ് ചുമക്കാൻ തയ്യാറല്ല എന്നുമുള്ള കാര്യം വ്യക്തമാവുകയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ 4 വഴിക്ക് നിന്നും അന്തർധാരയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പൂർണ്ണമായുള്ള കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കത്തിനു വേണ്ടിയുള്ള മുറവിളി ഉയരുകയാണ്. രാഹുലിനെ തള്ളി രമേശ് ചെന്നിത്തലയും സതീശനും സണ്ണി ജോസഫും ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നപ്പോഴും കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് രാഹുലിന്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് നിന്നിരുന്ന ഷാഫി പറമ്പിലിന്റെ വാക്കുകൾക്ക് വേണ്ടിയായിരുന്നു. ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുലിനെ പ്രത്യക്ഷമായി തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്ന ഷാഫിയുടെ പിന്മുറക്കാരനെന്ന കേരള രാഷ്ട്രീയം മുഴുവൻ വിശേഷിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ ഷാഫി പറമ്പിൽ കൂടി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. താനുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും രാഹുലിന്റെ മേൽ നടപടിയെടുക്കുന്നതിന് തടസ്സമാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുലിനെതിരെ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് നല്ലൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെ ഒരു അണി പോലും രാഹുലിന് സ്തുതി പാടാത്ത അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇപ്പോഴും രാഹുലിന്റെ സൈബർ പോരാളികളും രാഹുലിന്റെ രഹസ്യ ഗുണ്ടകളും മാത്രമാണ് രാഹുലിന് വേണ്ടി പൊരുതുന്നത്. എന്നാൽ അവരിൽപ്പെട്ട പലരും അതിജീവിതയെ അധിക്ഷേപിച്ച തരത്തിലും മറ്റും കേസിൽപ്പെട്ടേക്കാനുള്ള സാധ്യതകൾ കൂടി പുറത്തു വന്നതോടുകൂടി ഞാഞ്ഞൂലുകളും പത്തിമടക്കി തുടങ്ങി. ചുരുക്കത്തിൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇനി കേസിന്റെ ഭാഗമാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന കോൺഗ്രസിന്റെ യുവ നേതാവില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവ് മാത്രമായിരിക്കും.